നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്ത് ആശങ്കയായി കോവിഡ്. ഇതുവരെ 7400 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കല്ലൂരിലും പുതുക്കാടും വാഹനാപകടങ്ങൾ. ആർക്കും പരിക്കില്ല. കല്ലൂരിൽ മടംവഴിക്ക് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട കാർ ഖാനയിലേക്ക് മറിഞ്ഞാണ് അപകടം. പുതുക്കാട് സിഗ്നലിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ദേശീയ കൌൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരിങ്ങാലക്കുട BRCയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായ ക്രിയേറ്റീവ് കോർണർ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്കിലെ പുതുക്കാട്, തൃക്കൂർ, ധനമണിക്കര എന്നീ യൂണിറ്റുകളിൽ വാർഷിക കൺവെൻഷനുകൾ നടത്തി. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ആശങ്കയായി കോവിഡ്. ഇതുവരെ 7400 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 11,967 പേരാണ് ഇതുവരെ രോഗമുക്തരായിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 9 മരണവും റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ 3 മരണവും മഹാരാഷ്ട്രയിൽ 4 മരണവും റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധ മൂലം മരിച്ചതിൽ 34 വയസ്സുള്ള യുവാവും ഉൾപ്പെടും. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഓരോ മരണം വീതം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇതുവരെ 2109 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 54 കേസുകളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഇതുവരെ 1437 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോവിഡ് കേസുകൾ പ്രതിദിനം ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പനിയും മറ്റു ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ഉടൻ ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കണം. പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ കഴിവതും മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കണം. രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കല്ലൂരിൽ മടംവഴിക്ക് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട് കാർ ഖാനയിലേക്ക് മറിഞ്ഞ് അപകടം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കല്ലൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കല്ലൂരിൽ നിന്നും ആമ്പലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം തൊട്ടുമുൻപിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കാത്തത് വലിയ അപകടം ഒഴിവാക്കി. കാറിന്റെ ഒരു ഭാഗം കാനയിലേക്ക് മറിഞ്ഞ നിലയിലാണ്. ക്രെയിൻ ഉപയോഗിച്ച് കാർ കാനയിൽ നിന്നും നീക്കി. ഇവിടം സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നു. പുതുക്കാട് സിഗ്നലിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. സിഗ്നലിൽ നിർത്തിയിരുന്ന വാനിന് പിറകിൽ എറണാകുളം ഭാഗത്തു നിന്ന് വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തൊട്ടടുത്ത് നിർത്തിയിരുന്ന കാറിന്റെ ഒരു വശവും വാൻ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വാനിന്റെ പുറകുവശം ഭാഗികമായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാവിലെ 11:30ഓടെയാണ് അപകടം സംഭവിച്ചത്. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ദേശീയ കൌൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ അനീതിയും അസമത്വവും നിലനിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യയിലെ കോടീശ്വരന്മാർ അതിസമ്പന്നന്മാരായി മാറുമ്പോൾ ലോക വിശപ്പ് സൂചികയിൽ ഇന്ത്യ 105-ലെത്തി പുറകോട്ടായത് ഇന്ത്യയിലെ അസമത്വത്തിന്റെ ഉദാഹരണമാണ്. ഇന്ത്യൻ ഭരണകൂടം ഇതിനെ തെറ്റായ കണക്കുകൾ നിരത്തി മറച്ചു പിടിക്കുകയാണ്. ഇന്ത്യയിലെ 56% സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പോഷകാഹാരത്തിന്റെ കുറവും ദാരിദ്ര്യവുമാണ് കാരണം. സൊമാലിയൻ നാടുകളേക്കാൾ കൂടുതൽ കുട്ടികൾ ഇന്ത്യയിൽ മരണപ്പെടുന്നുണ്ട്. ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മോദിയും കൂട്ടരും രാജ്യത്ത് ചങ്ങാത്ത മുതലാളിത്ത വക്താക്കളായി ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുമായി കച്ചവടം നടത്തുന്ന ഭരണകൂടമായി NDA സർക്കാർ മാറുകയാണെന്നും രാജാജി മാത്യു തോമസ് പറഞ്ഞു. PM നിക്സൺ, KV മണിലാൽ, ഷീല ജോർജ്, VN അനീഷ് എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, TR രമേശ് കുമാർ, VS പ്രിൻസ്, ഷീല വിജയകുമാർ, TK സുധീഷ്, സംഘാടക സമിതി കൺവീനർ KR അനൂപ് എന്നിവർ പ്രസംഗിച്ചു. വൈദ്യുതോൽപാദന രംഗത്ത് മികച്ച നേട്ടവുമായി ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതി. 10 വർഷം പിന്നിടുന്ന ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ ഇന്നുവരെ KSEB ഉൽപ്പാദിപ്പിച്ചത് 58.56 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്.
2015 മെയ് 22 ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത്. ഒരു സീസണിൽ 6.7 ദശലക്ഷം യൂണിറ്റ് ലക്ഷ്യമിട്ടുള്ള വൈദ്യുതോൽപാദന നിലയത്തിൽ ഈ സീസണിൽ ഉൽപ്പാദിപ്പിച്ചത് 7.7 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. 10 വർഷം കൊണ്ട് 58.56 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് KSEB ചിമ്മിനിയിൽ ഉൽപ്പാദിപ്പിച്ചത്. ഇറിഗേഷൻ വകുപ്പിന്റെ അധീനതയിലുള്ള ചിമ്മിനി ഡാമിലെ വെള്ളം ഉപയോഗിച്ചാണ് ജില്ലയിലെ ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നത്. കാർഷികാവശ്യങ്ങൾക്കുള്ള ജലസേചനത്തിന് പുറമെ വൈദ്യുതോൽപാദനത്തിനും പരമാവധി ജലം ഉപയോഗിച്ചാണ് KSEB ഈ ചെറുകിട വൈദ്യുത പദ്ധതി വിജയകരമാക്കി തീർക്കുന്നത്. റൂൾ കർവ് നിർദ്ദേശിക്കുന്ന ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനിയിൽ ഇപ്പോൾ സെക്കൻഡിൽ 12.72 ഘനമീറ്റർ ജലമാണ് സ്ലൂയിസ് വാൽവ് വഴി പുഴയിലേക്ക് ഒഴുക്കുന്നത്. 76.40 മീറ്റർ വരെ ജലം സംഭരിക്കാവുന്ന ഡാമിൽ നിലവിൽ 66.50 മീറ്ററാണ് ജലനിരപ്പ്. റിവർ സ്ലൂയിസ് വഴി സെക്കൻഡിൽ 6.36 ഘനമീറ്റർ ജലവും വൈദ്യുതോൽപാദനത്തിനായി KSEB വാൽവിലൂടെ സെക്കൻഡിൽ 6.36 ഘനമീറ്റർ ജലവുമാണ് തുറന്നുവിടുന്നത്. മണിക്കൂറിൽ 2.5 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പുതുക്കാട് സബ്സ്റ്റേഷനിൽ എത്തിച്ചാണ് ഇവിടെ നിന്നുള്ള വൈദ്യുതി വിതരണം ചെയ്യുന്നത്. പുലിക്കണ്ണിയിൽ സബ്സ്റ്റേഷൻ സ്ഥാപിക്കാനായി വനവകുപ്പിൽ നിന്ന് KSEB ഏറ്റെടുത്ത സ്ഥലം കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. ഇത് കമ്മീഷൻ ചെയ്താൽ ചിമ്മിനിയിലെ വൈദ്യുതോൽപാദനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയും. കിലോമീറ്ററുകളോളം കേബിൾ ശൃംഖല വഴി വൈദ്യുതി എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപാദന പ്രസരണ നഷ്ടങ്ങൾ കുറച്ച് മേഖലയിലെ വൈദ്യുതി വോൾട്ടേജ് പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നതാണ് പുലിക്കണ്ണി സബ്സ്റ്റേഷന്റെ പ്രസക്തി. 2023 8.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ചിമ്മിനിയിൽ ഉൽപ്പാദിപ്പിച്ചത്. അനുകൂലമായ മൺസൂണിൽ വൈദ്യുതോൽപാദനം കൂടുതൽ മെച്ചമാകുമെന്ന പ്രതീക്ഷയിലാണ് KSEB അധികൃതർ. ജില്ലയിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ ചിമ്മിനി ഡാം ഇപ്പോൾ ജലസമൃദ്ധമാണ്. ജില്ലയുടെ കാർഷിക മേഖലയുടെ ജലസ്രോതസ്സായ ചിമ്മിനി ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ വൈദ്യുതോൽപാദനം കാര്യക്ഷമമാണ്. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ വൈദ്യുതോൽപാദനം ഇവിടെ നടക്കുന്നു എന്നത് തന്നെയാണ് ഏറെ സന്തോഷകരമായ കാര്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം അൻഡോ കല്ലേരി, MCTV ന്യൂസ്, പുതുക്കാട്. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരിങ്ങാലക്കുട BRCയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായ ക്രിയേറ്റീവ് കോർണർ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക KS ബിജി അധ്യക്ഷയായിരുന്നു. MPTA പ്രസിഡന്റ് ഷൈനി ശ്രീനിവാസൻ, SMC ചെയർമാൻ സുദേവൻ, സീനിയർ അസിസ്റ്റന്റ് K ശ്രീലത, സ്റ്റാഫ് സെക്രട്ടറി P സമീന തോമസ്, ക്രിയേറ്റീവ് കോർണർ കോർഡിനേറ്റർ PS സുരേഷ്, അധ്യാപിക സെലസ് എന്നിവർ പ്രസംഗിച്ചു. സുരേഷ് മാസ്റ്റർ ക്ലാസിന് നേതൃത്വം നൽകി. ഗണിത ശാസ്ത്ര ആശയങ്ങൾ പ്രയോജനപ്പെടുത്തി 4 മേശകൾ കുട്ടികൾ നിർമ്മിച്ചു. 6-7 ക്ലാസുകളിലെ 30 വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കാളികളായി. ജില്ലാ കബഡി അസോസിയേഷനും ടെക്നിക്കൽ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ 1ാമത് ജില്ലാ ജൂനിയർ ആൺകുട്ടികളുടെ കബഡി ചാമ്പ്യൻഷിപ്പിൽ നന്ദിക്കര GHSS 3ാം സ്ഥാനം കരസ്ഥമാക്കി. തലോർ സെന്റ് തെരേസിസാസ് UP സ്കൂളിലെ കുട്ടികളുടെ മഴ ഡാൻസ് ശ്രദ്ധേയമാകുന്നു. മഴയത്ത് വിവിധ നിറങ്ങളുള്ള കുടകൾ പിടിച്ചുകൊണ്ടാണ് കുട്ടികൾ ചുവടുവെച്ചത്. കുട്ടികൾ ഒരുക്കിയ വർണ്ണക്കാഴ്ച സ്കൂളിലെ അധ്യാപകനായ ജനിൽ ജോൺ ആണ് പകർത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്കിലെ പുതുക്കാട്, തൃക്കൂർ, നെന്മണിക്കര എന്നീ യൂണിറ്റുകളിൽ വാർഷിക കൺവെൻഷൻ ചേർന്നു. ഉന്നത വിജയം നേടിയ പെൻഷൻകാരുടെ പേരക്കുട്ടികളെ അനുമോദിച്ചു. നവാഗതരായ പെൻഷൻകാർക്ക് സ്വീകരണം നൽകി. പുതുക്കാട് യൂണിറ്റ് കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. PP ദേവസി അധ്യക്ഷനായി. തൃക്കൂർ യൂണിറ്റ് കൺവെൻഷൻ TA വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഭാരതി അധ്യക്ഷത വഹിച്ചു. നെന്മണിക്കര യൂണിറ്റ് കൺവെൻഷൻ ഫാദർ ജോഷി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. PV ശാരംഗൻ അധ്യക്ഷനായി. K നന്ദകുമാർ, P തങ്കം, KO പൊറിഞ്ചു, KV രാമകൃഷ്ണൻ, T ബാലകൃഷ്ണ മേനോൻ, K സുകുമാരൻ, CD ജോസഫ്, CU രമണി, VK രാജാമണി, VV റപ്പായി, KN ഗോപാലകൃഷ്ണൻ, KC ജോസഫ്, ആൻഡോ മലയാറ്റിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു.
ആർക്കും അപായമില്ല. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് മാളിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ ബർഗർ കടയിലെ പാചകപ്പുരയിലാണ് തീപിടുത്തമുണ്ടായത്. പാചകം ചെയ്യാൻ ആവശ്യമായ എണ്ണ കത്തിപ്പടരുകയായിരുന്നു. പൊടുന്നനെ ജീവനക്കാർ എല്ലാവരും പുറത്തു കടന്നു. തൃശൂരിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേന തീയണച്ചു. അഗ്നിരക്ഷാസേനയുടെയും ജീവനക്കാരുടെയും അവസരോചിതമായ ഇടപെടലുണ്ടായതിനാൽ ആർക്കും അപായമുണ്ടായില്ല. നെല്ലിക്കുന്നിൽ BSNL സ്ഥാപിച്ചിരുന്ന ജനറേറ്ററിനുള്ളിൽ തീപിടുത്തം. അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തൃശൂർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ VV ജിമോദ്, B ദിനേശ്, യദു, ആദർശ്, സുധീഷ് എന്നിവർ ചേർന്നാണ് തീയണച്ചത്. കോർപ്പറേഷൻ ഒല്ലൂർ ലൈബ്രറിയുടെയും അകം സാംസ്കാരിക വേദിയുടെയും നേതൃത്വത്തിൽ വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ നോവലിന്റെ മലയാള വിവർത്തനത്തിന്റെ 100ാം വാർഷികം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒല്ലൂർ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ ഞായറാഴ്ച വൈകിട്ട് 4-ന് പ്രൊഫസർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ CP പോളി അധ്യക്ഷത വഹിക്കും. എഴുത്തുകാരി ലിസി, നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ, അഗസ്റ്റിൻ കുട്ടനെല്ലൂർ, ആൻഡോ ജോൺ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് പ്രശസ്ത കവിയും സിനിമാ ഗാനരചയിതാവുമായിരുന്ന P ഭാസ്കരൻ മാഷുടെ 1964 മുതൽ 95 വരെയുള്ള അനശ്വര ഗാനങ്ങളുടെ ആലാപനം നടക്കും. വാർത്താ സമ്മേളനത്തിൽ അകം സാംസ്കാരിക വേദി പ്രസിഡന്റ് ആൻഡ്രോ ജോൺ, എക്സിക്യൂട്ടീവ് മെമ്പർ രാജീവ് മങ്ങാട്ട്, സെക്രട്ടറി A ജോസ്, കോർപ്പറേഷൻ ലൈബ്രറി എക്സിക്യൂട്ടീവ് മെമ്പർ ജയൻ C ചിറ്റാട്ടിൽ, അകം സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് PS സുരേഷ് എന്നിവർ പങ്കെടുത്തു. ആമ്പല്ലൂർ NSS കരയോഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഞായറാഴ്ച നടക്കും. രാവിലെ 9:30-ന് കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രം അഗ്രശാലയിൽ നടക്കുന്ന ആഘോഷം NSS ഡയറക്ടർ, ബോർഡ് അംഗവും പന്തളം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിക്കും. മന്ത്രി K രാജൻ മുഖ്യ അതിഥിയാകും. KK രാമേന്ദ്രൻ MLA സ്മരണിക പ്രകാശനം ചെയ്യും. പുതുക്കാട് തെക്കേത്തുറവ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച കുടുംബസംഗമവും ആദരണവും നടത്തും. രാവിലെ 10-ന് തെക്കേത്തുറവ് NSS കരയോഗ മന്ദിരത്തിൽ നടത്തുന്ന ചടങ്ങ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. പ്രസിഡന്റ് T സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12-ന് വള്ളിക്കുന്നത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവോണ ഊട്ടുണ്ടായിരിക്കും. 2-ന് കലാപരിപാടികൾ നടക്കും. മണക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടക്കും. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ ദിനത്തിൽ ഞായർ രാവിലെ ഫാദർ ജോബി കുര്യൻ വട്ടക്കുന്നേലിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ്, 10:30-ന് ഫാദർ അമൽ മാളിയേക്കലിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, ഫാദർ ജിജി കുന്നേലിന്റെ സന്ദേശം, തുടർന്ന് പ്രദക്ഷിണം, തിരുസ്വരൂപം അൾത്താരയിൽ തിരികെ പ്രതിഷ്ഠിക്കൽ, നേർച്ച സദ്യ എന്നിവ നടക്കും. സ്വർണ്ണവില വർധനവ് തുടരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡ് വിലയിലാണ്. ശനിയാഴ്ച പവന് 200 രൂപയാണ് വർദ്ധിച്ച് 74,560 രൂപയും ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 9,320 രൂപയുമായി. വെള്ളിയാഴ്ച ഒറ്റയടിക്ക് 1,560 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില കുതിച്ചു കയറിയിരുന്നു. ഭൗമ രാഷ്ട്രീയ സംഭവങ്ങൾ സ്വർണ്ണവിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിച്ചത് സ്വർണ്ണവില കുത്തനെ കൂട്ടി. ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. വീണ്ടും യുദ്ധത്തിലേക്ക് എത്തുമ്പോൾ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കുത്തനെ കൂടിയിട്ടുണ്ട്. CPM നൂലുവള്ളി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിമൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം PA രഘു അധ്യക്ഷത വഹിച്ചു. മട്ടത്തൂർ ലോക്കൽ സെക്രട്ടറി CV രവി, പഞ്ചായത്ത് അംഗം സീബ ശ്രീധരൻ, ബ്രാഞ്ച് സെക്രട്ടറി CK ശ്രീജിത്ത്, ആശ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റ് ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, IMA ബ്ലഡ് ബാങ്ക് ടെക്നിക്കൽ സൂപ്പർവൈസർ TS സുരേഷ് ബാബു, IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ അർജുൻ കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു.
കഴിഞ്ഞ വർഷം 5 സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തിയ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന് സന്നദ്ധ രക്തദാന രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് നൽകി തൃശൂർ YMCA ആദരിച്ചു. ഇനി കാണാം ഇൻഫോടോക്ക്. അടുക്കള വൃത്തിയാക്കാൻ എളുപ്പമാണ്, പക്ഷേ ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കുന്നത് വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല. അത് കൃത്യമായി ചെയ്യാത്ത പക്ഷം ഗ്യാസ് സ്റ്റവിന് തകരാറുകൾ സംഭവിക്കാനും കാരണമായേക്കും. ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണം പാകം ചെയ്ത ശേഷം സ്റ്റൗ ഉൾപ്പെടെ വൃത്തിയാക്കാനുള്ള ആഗ്രഹം മനസ്സിലാക്കാം. പക്ഷേ ഭക്ഷണം പാകം ചെയ്തയുടനെ ബർണറുകൾ വൃത്തിയാക്കുന്നത് നല്ലതല്ല. കൈകൾക്ക് പൊള്ളലേൽക്കുന്നതിന് പുറമെ ഗ്യാസ് സ്റ്റൗവിന്റെ ഉപരിതലത്തിൽ കേടുപാടുകൾ സംഭവിക്കുന്നതിന് ഇത് കാരണമാകും. അതിനാൽ വൃത്തിയാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് കൃത്യമായി ബർണറിന്റെ ചൂട് മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ബർണറുകൾ വൃത്തിയാക്കുന്നതോടൊപ്പം ഡ്രിപ്പ് പാനുകളും നീക്കം ചെയ്ത് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. നേരിയ ചൂടുവെള്ളത്തിൽ കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും മുക്കിവെച്ച ശേഷം വൃത്തിയാക്കുന്നതായിരിക്കും ഉചിതം. ബ്ലീച്ച് അഥവാ അമോണിയ ഉൾപ്പെടെയുള്ള കഠിനമായ രാസവസ്തുക്കൾ ക്ലീനിങ്ങിന് ഒഴിവാക്കുക. ഇത്തരം ക്ലീനറുകൾ ഉപയോഗിക്കുന്നത് സ്റ്റൗവിന്റെ ഉപരിതലത്തെ നശിപ്പിക്കാൻ ഇടയാക്കും. വീര്യം കുറഞ്ഞ ക്ലീനറുകളാണ് സ്റ്റൗ വൃത്തിയാക്കാൻ ഏറ്റവും ഉചിതം. ഡിഷ് സോപ്പും വെള്ളവും പോലെയുള്ളവയും സ്റ്റൗ വൃത്തിയാക്കാൻ ഉപയോഗിക്കാം. ഗ്യാസ് സ്റ്റൗവിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി വൃത്തിയാക്കിയ ശേഷം നനവോടെ വീണ്ടും ഘടിപ്പിക്കുന്ന ശീലമുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ നനവോടെ ഭാഗങ്ങളെ ഘടിപ്പിക്കുന്നത് ഗ്യാസ് സ്റ്റൗവിൽ തുരുമ്പുണ്ടാക്കാൻ കാരണമാകും. പെട്ടെന്ന് ഇവ ഉണങ്ങിക്കിട്ടാൻ മൈക്രോ ഫൈബർ പോലുള്ള തുണികൾ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഹൃദയാഘാതം മൂലം യുവാവ് മരിച്ച സംഭവത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. വിഷയത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ബന്ധുക്കളും നാട്ടുകാരും കൂട്ടത്തോടെ എത്തി പ്രതിഷേധിച്ചത്. സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ DMOയെ ചുമതലപ്പെടുത്തി. മരണപ്പെട്ട സിനീഷിന്റെ അമ്മ ഷീല ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ അലമുറയിട്ട് കരഞ്ഞാണ് മോർച്ചറിക്ക് മുന്നിൽ എത്തിയത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. ഒടുവിൽ സബ് കളക്ടർ എത്തി ചർച്ച നടത്തി പ്രതിഷേധം അവസാനിപ്പിച്ചു. സംഭവത്തിൽ ഇന്നു തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നും ആരോഗ്യവകുപ്പ് നടത്തുന്ന അന്വേഷണത്തിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാമെന്നുള്ള സബ് കളക്ടർ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. 34-കാരൻ സനീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഹെർണിയ ഓപ്പറേഷന് വേണ്ടിയാണ് സനീഷിന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അനസ്തേഷ്യ നൽകിയത്. ഇതിന് പിന്നാലെ അലർജിയെ തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഉടൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വീണ്ടും ഹൃദയാഘാതം ഉണ്ടാവുകയും സനീഷ് മരണപ്പെടുകയും ആയിരുന്നു. അതേസമയം സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തൃശൂർ DMOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,320 രൂപയും പവന് 74,560 രൂപയും രേഖപ്പെടുത്തി. മണ്ണമ്പേട്ട നാട്ടേക്കാടൻ ജോണി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസിലിയാണ് ഭാര്യ. ബിൻസി, ബിജു എന്നിവർ മക്കളും ബാബു, സൺസി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ആശങ്കയായി കോവിഡ്. ഇതുവരെ 7400 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കല്ലൂരിലും പുതുക്കാടും വാഹനാപകടങ്ങൾ. ആർക്കും പരിക്കില്ല. കല്ലൂരിൽ മടംവഴിക്ക് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട കാർ ഖാനയിലേക്ക് മറിഞ്ഞാണ് അപകടം. പുതുക്കാട് സിഗ്നലിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. CPI പുതുക്കാട് മണ്ഡലം സമ്മേളനം ദേശീയ കൌൺസിൽ അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരിങ്ങാലക്കുട BRCയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായ ക്രിയേറ്റീവ് കോർണർ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്കിലെ പുതുക്കാട്, തൃക്കൂർ, ധനമണിക്കര എന്നീ യൂണിറ്റുകളിൽ വാർഷിക കൺവെൻഷനുകൾ നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.